പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവിടെ ഈ ആശ്രമത്തിൻ്റെ ആരംഭം മുതൽ തന്നെ എല്ലാ അന്തര്യോഗങ്ങളിലും അതുപോലെ മറ്റ് കാര്യപരിപാടികളിലൊക്കെ വന്ന് സ്വാമിജി അനുഗ്രഹിക്കാറുണ്ട്. ഔപചാരികമായി സ്വാഗതമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും അനുഗ്രഹബുദ്ധിയോടുകൂടി ഇവിടുത്തെ എല്ലാത്തിലും പങ്കുചേരുന്നതാണ്. അതുകൊണ്ട് സ്വാമിജിയുടെ സ്വാഗതം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ആർക്കെങ്കിലും ഇതിൽ കൂട്ടത്തിൽ അറിയാത്തവരുണ്ടെങ്കിൽ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യണത്. ചട്ടമ്പിസ്വാമി തിരുവടികളുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി ധാരാളം ആശ്രമ സങ്കേതങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടു. അത് വലിയ നവോത്ഥാനത്തിന് കാരണവുമായി. ആ ആശ്രമങ്ങളുടെ മുഴുവൻ കേന്ദ്രസ്ഥാനം കോട്ടയം ജില്ലയിൽ വാഴൂർ തീർത്ഥപാദാശ്രമമാണ്. ദീർഘകാലമായി തീർത്ഥപാദാശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ടാണ് സ്വാമിജി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തീർത്ഥപാദാശ്രമങ്ങളുടെയും ആചാര്യസ്ഥാനത്താണ് സ്വാമിജി ഉള്ളത്. അതുകൂടാതെ ഋഷികേശിൽ ഹരിഹര കൈലാസാശ്രമത്തിൻ്റെ ആചാര്യനുമാണ്. അങ്ങനെയുള്ള സ്വാമിജിയുടെ സാന്നിധ്യം വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. എല്ലാവരുടെയും പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാവട്ടെ. അമൃതസ്വരൂപികളായ സജ്ജനങ്ങളെ, എല്ലാ വർഷവും നടന്നു വരുന്ന ഈ ആധ്യാത്മിക അന്തര്യോഗം ഈ വർഷം ഭഗവത്ഗീത 5-ാം അധ്യായത്തെക്കുറിച്ച് കർമ്മസന്യാസ യോഗം എന്ന 5-ാം അധ്യായത്തെ ആണ് ഇവിടെ നടക്കുന്നത്. കർമ്മത്തിന് കാരണം എന്താണ്? അജ്ഞാനമാണ്. അജ്ഞാനം എന്താണ്? കാരണശരീരം. ഈ അജ്ഞാനത്തെ തന്നെയാണ് കാരണശരീരം എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണുന്നത് ഈ സ്ഥൂല ശരീരമാണ് എങ്കിൽ അതിനെ പ്രവർത്തിക്കുന്ന ആന്തരികമായ സൂക്ഷ്മ ശരീരവും അതിന് രണ്ടിനും കാരണമായിട്ടുള്ള കാരണശരീരവും ഉണ്ട്. ആ കാരണശരീരമാണ് ആത്മാജ്ഞാനം. ഞാൻ എന്നെ വേണ്ടതുപോലെ അറിയുന്നില്ല എന്നുള്ള അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയിൽ നിന്നാണ് സൂക്ഷ്മശരീരം, 19 ഘടകങ്ങളുള്ള സൂക്ഷ്മശരീരം ഉണ്ടായത്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പഞ്ചപ്രാണന്മാർ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ 19 തത്വങ്ങളടങ്ങിയതാണ് സൂക്ഷ്മശരീരം. ഈ മരണമൊക്കെ സംഭവിക്കുമ്പോൾ ഈ സൂക്ഷ്മശരീരമാണ് ഈ ശരീരത്തെ വിട്ടുപോകുന്നത്. അപ്പോൾ ഈ സ്ഥൂല ശരീരം ഇവിടെ തന്നെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായത് പഞ്ചഭൂതങ്ങളിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അങ്ങനെ ഈ സ്ഥൂല ശരീരത്തിൻ്റെ പ്രവൃത്തിക്ക് കാരണമായിട്ടുള്ള ആ സൂക്ഷ്മ ശരീരം ഏതൊന്നിൽ നിന്നുണ്ടായോ അതിനെ കാരണശരീരം, അത് തൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയായിക എന്ന ആത്മാജ്ഞാനമാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത്. അപ്പോൾ അജ്ഞാനനാശമാണ് മോക്ഷത്തിന് കാരണമായിട്ടുള്ളത്. ഈ എപ്പോൾ പ്രകാശമുണ്ടായോ അപ്പോൾ ഇരുട്ട് നശിക്കുന്നത് പോലെ ആത്മജ്ഞാനം എപ്പോൾ ഉണ്ടാകുന്നോ അപ്പോൾ ആത്മാജ്ഞാനം നശിക്കുകയും പ്രാരബ്ധ കർമ്മം അനുസരിച്ച് എത്രമാലം ജീവിച്ചിരിക്കുമോ അത്രയും കാലം സൂക്ഷ്മശരീരം ഇവിടെ പ്രവർത്തിക്കും. പക്ഷേ ഈ സൂക്ഷ്മശരീരം ഈ സ്ഥൂലശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതാത് സമഷ്ടിയിൽ തന്നെ ആ സൂക്ഷ്മശരീരം വിലയം പ്രാപിക്കുന്നു. പിന്നീട് ജനനമരണങ്ങളുണ്ടാകുന്നില്ല, ദുഃഖമുണ്ടാകുന്നില്ല. നമുക്ക് ഇത്രയധികം ദുഃഖങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണം ജനിച്ചത് കൊണ്ടാണ്. ജനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ദുഃഖമൊന്നും അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. പക്ഷേ ഈ ജനനത്തിന് കാരണം എന്താണ്? പൂർവജന്മാർജിതമായ പുണ്യപാപാത്മകമായ കർമ്മങ്ങളാണ്. ആ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്ന് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജനിച്ചതു മുതൽ ദുഃഖങ്ങളാണ്. സുഖത്തിനു വേണ്ടിയാണ് എപ്പോഴും മനുഷ്യൻ പ്രവർത്തിക്കുന്നതെങ്കിലും വന്നു ചേരുന്നത്
ദുഃഖമാണ്. അല്പം സുഖം ഉണ്ടായെന്ന് വരാം, പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട് അല്പം സുഖം ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അതിനിടയ്ക്കും അതിനെയും നശിപ്പിക്കുന്ന ദുഃഖങ്ങൾ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ദുഃഖം വരാതിരിക്കാനും സുഖം മാത്രം അനുഭവിക്കാനുമുള്ള ഉപായമാണ് ഋഷീശ്വരന്മാർ അവർ ധ്യാനത്തിലൂടെ ശാസ്ത്ര വേദാദി അധ്യയനത്തിലൂടെയൊക്കെ സമ്പാദിച്ച ആ ജ്ഞാനത്തിൻ്റെ തികവിലാണ്. കൊച്ചു കുട്ടികളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാൻ നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇതെന്താ ഇതെന്താ. ആ അന്വേഷണം അവർക്ക് കുറച്ച് അറിവ് കിട്ടിക്കഴിയുമ്പോൾ അത് നിലയ്ക്കുന്നു. പക്ഷേ ആ അറിവ് പൂർണ്ണമാകുന്നത് ഈശ്വരൻ തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ നാമായി കുടികൊള്ളുന്നത് എന്ന തിരിച്ചറിവ് എപ്പോഴുണ്ടാകുന്നു അപ്പോഴേ നമ്മളുടെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ബ്രഹ്മത്തിൽ നിഷ്ഠയുണ്ടാവണം, ബ്രഹ്മനിഷ്ഠ. ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന് ശ്രുതി പറയും. ആരാണോ ബ്രഹ്മതത്വത്തെ അറിയുന്നത് അവൻ സ്വയം ബ്രഹ്മമായി തന്നെ തീരുന്നു. അജ്ഞാനം കൊണ്ടാണ് മനുഷ്യനായും ജന്തുവായും ഈ സംസാര ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് ജനിച്ച് മരിച്ച് ഇങ്ങനെ അനാദികാലമായി അലയുന്നത്. തൻ്റെ സ്വരൂപബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ആ സ്വരൂപബോധം നമുക്ക് എപ്പോൾ കൈവരുന്നുവോ അപ്പോൾ ഈ ജന്മമരണരൂപമായ സംസാര ദുഃഖത്തിൽ നിന്നും ആത്യന്തികമായിട്ട് നിവൃത്തിയടയാൻ സാധിക്കും. അത് ഋഷീശ്വരന്മാർ ഹേ ധ്യാനയോഗാനുഗത അവശ്യൻ ദേവാത്മശക്തിം സുഗുണൈർ നിഗൂഢാം എന്ന് വേദം ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്ന പോലെ ആ സ്വരൂപത്തെ നമുക്ക് ഈ മനുഷ്യജന്മത്തിൽ സാക്ഷാത്കരിച്ചാൽ വീണ്ടും ജനിക്കേണ്ടതായി വരികയില്ല. ജന്മമരണരൂപമായി സംസാര ദുഃഖത്തിൽ നിന്ന് ആത്യന്തികമായി നിവൃത്തി നേടാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ അന്തര്യോഗങ്ങളും സത്സംഗങ്ങളും. ആ സംസ്കാരം തന്നെ ഉണ്ടായാൽ നമ്മൾ നശിക്കുന്ന ഈ ശരീരമല്ല, ഇതിൻ്റെയൊക്കെ സാക്ഷിയായ അന്തരാത്മാവാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ സ്വരൂപമെന്നാണ് അർത്ഥം. ഈ ശരീരം നമ്മളുടെ സ്വരൂപമല്ല. കാരണം ഇത് ഞാനല്ല, എൻ്റേതാണ്. എൻ്റെ ബുക്കോ എൻ്റെ പേനയോ എൻ്റെ വീടോ പറമ്പോ ഒന്നും ഞാനല്ലാത്തതുപോലെ എൻ്റേതായിട്ടുള്ള ഈ സ്ഥൂല ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, എൻ്റെ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, അതുപോലെ തല, വയറ്, ഇതൊന്നും ഞാനല്ല, ഇതൊക്കെ എൻ്റേതാണ്. എൻ്റേതിനെ എല്ലാം മാറ്റി നിർത്തുമ്പോൾ ഏതൊന്ന് എൻ്റേതായിട്ട് പറയാൻ പറ്റാത്ത എന്നാൽ ഇതിനെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു അന്തരാത്മ ചൈതന്യമുണ്ടോ അതാണ് നമ്മളുടെ സ്വരൂപം. അതുതന്നെയാണ് ഈശ്വരൻ്റെയും സ്വരൂപം. സച്ചിദാനന്ദ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ബ്രഹ്മലക്ഷണം ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്, സത്താണ്. ആ സത്തിനെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനമാണ്. അതുപോലെ സത്തും ജ്ഞാനവും ഏതിലുണ്ടോ അതുതന്നെയാണ് ആനന്ദരൂപമായിരിക്കുന്നത്. അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ജഗദീശ്വരൻ തന്നെ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജുനതിഷ്ഠതി. അല്ലയോ അർജുന, ഈശ്വരൻ എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയദേശത്തിൽ കുടികൊള്ളുന്നു. അപ്പോൾ നമ്മളുടെയൊക്കെ ഹൃദയത്തിലില്ലേ? അത് നമ്മളിൽ നിന്ന് ഭിന്നമായിട്ടാണോ? അല്ല, നമ്മൾ തന്നെയായിട്ടാണ്. അതിനെ നമ്മൾ അറിയാത്തിടത്തോളം കാലം എൻ്റെ ഈശ്വരൻ, എൻ്റെ ദൈവം എന്നൊക്കെ പറയും. പക്ഷേ എൻ്റേതും ദൈവവും രണ്ടല്ല, ഞാൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഉപനിഷത്തുകളിലൂടെ സദ്ഗുരുക്കന്മാരുടെ ഉപദേശത്തിലൂടെ എപ്പോൾ അറിയാൻ സാധിക്കുന്നുവോ അപ്പോൾ നമ്മളുടെ ഈ ജന്മം സഫലമായി. ഈ മനുഷ്യജന്മം ഇതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് കേനോപനിഷത്തിൽ പറയും, ഇഹ ചേദവേദീത് അഥ സത്യമസ്തി നേദിഹാവേദീത് മഹതീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാ പ്രേത്യാസ്മാല്ലോകാദമൃതാ ഭവന്തി. ഇഹ ഈ മനുഷ്യജന്മത്തിൽ അവേദീച്ചേത് ആത്മസ്വരൂപത്തെ അറിഞ്ഞുവെങ്കിൽ, നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞുവെങ്കിൽ അഥ സത്യമസ്തി, അത് സത്യമാണ്. നചേതിഹാവേദി ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും സുദുർലഭമായ ഈശ്വര സാക്ഷാത്കാരത്തിന് സമർത്ഥമായ ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും അതറിഞ്ഞില്ല എങ്കിൽ മഹതീ വിനഷ്ടി, വലിയ നഷ്ടമാണ്. കാരണം ഈ മനുഷ്യജന്മം 84 ലക്ഷം വിഭിന്ന യോനികളിൽ ജനിച്ച് മരിച്ച് അവസാനം കിട്ടിയ മനുഷ്യജന്മമാണ്. ഈ മനുഷ്യജന്മത്തിൽ ജന്മത്തിൻ്റെ സാഫല്യമായ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിച്ചില്ല എങ്കിൽ
ഇനിയും എന്ന് ഇതുപോലൊരു മനുഷ്യജന്മം കിട്ടും എന്ന് ആർക്കെങ്കിലും അറിയാമോ? മരിക്കുന്ന സമയത്ത് ഇനി അടുത്തത് എൻ്റെ ജന്മം ഇതാണ് വരാൻ പോകുന്നതെന്ന് ആരും പറയുന്ന പോലെ നമ്മൾ ഓർമ്മിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തതാണ് അതിൻ്റെ ഫലമായിട്ട് ഈ മനുഷ്യജന്മം കിട്ടിയത് എന്ന് ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ സുദുർലഭമായിരിക്കുന്ന ഈ മനുഷ്യജന്മം, അത് ഭാഗവതത്തിലുമൊക്കെയും പറയും, ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് സന്തുഷ്ടനായത്, സന്തോഷിച്ചത്. മറ്റൊക്കെ സൃഷ്ടികൾ ഭോഗയോനികൾ മാത്രമാണ്. ദേവന്മാരാണെങ്കിലും പഞ്ചഭൂതങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയൊക്കെ സുഖത്തിൽ തന്നെ രമിച്ചു കഴിയുന്നു. അസുരന്മാരാണെങ്കിലോ അസുക്കളിൽ രമിക്കുന്നവർ കൊണ്ടാണ് അസുരൻ എന്ന പേര് തന്നെ വന്നത്. അസുക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണവൃത്തികൾ. 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അത് അനുഭവിച്ച് അതിൽ മതിമറന്ന് അങ്ങനെ കഴിയുന്നവരാണ്. അതൊക്കെയും നഷ്ടം തന്നെയാണ്. വേണ്ടത് ഈശ്വര ദർശനമാണ്. അതിനുള്ള കഴിവുള്ള ഈ ശരീരം നമുക്ക് കിട്ടിയിട്ട് നമുക്കത് നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. അതുണ്ടാകാതിരിക്കാനാണ് ഈ സത്സംഗത്തിലൂടെ നമ്മളെല്ലാവരും പൂർണ്ണന്മാരാണ്. പക്ഷേ നമുക്ക് അപൂർണത എന്ന അനുഭവം കൊണ്ടാണ് പൂർണ്ണതയ്ക്ക് വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നത്. നമ്മളുടെ അസ്തിത്വം എല്ലായിടത്തുമില്ല. നമ്മളുടെ പേര് എല്ലാവരും അറിയണം. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ എന്ന 3 ഏഷണകളാണ് ജീവന്മാരെ ലോക വ്യാപാരത്തിന് നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് തൻ്റെ വംശപരമ്പര നിലനിൽക്കാൻ പുത്രൻ വേണം, പുത്രനോ പുത്രിയോ ഒക്കെ വേണം. അതുപോലെ തൻ്റെ പേര് ലോകത്തെല്ലായിടത്തും എത്തണം എന്നുള്ള കീർത്തി ആഗ്രഹിക്കുന്നു. അതാണ് ലോകേഷണ. അതുപോലെ അതിനാവശ്യമായ വിത്തേഷണ, ധനവും വേണം. ഇങ്ങനെ ഈ 3 ഏഷണകൾ, ഈ ഏഷണാത്രയത്തെ സന്യസിക്കുന്നതാണ് സന്യാസം. അതിനെയെല്ലാം ത്യജിക്കുക, ഉപേക്ഷിക്കുക. അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാലും പോകുന്ന സമയത്ത് ഇത് എന്തെങ്കിലും കൊണ്ടുപോകുമോ? നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നതാണോ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. നമ്മൾ ഇടക്കാലത്ത് ഒരു ട്രസ്റ്റിയായിട്ട് ഇതിനെ നിലനിർത്തുന്നു, മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ. പക്ഷേ എടുത്തുകൊണ്ട് പോയാലോ നമ്മൾ പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകാനൊക്കെയല്ല, നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ ഇട്ടിട്ട് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഈ ലോക ഏഷണ അല്ലെങ്കിൽ വിത്തേഷണ ഇതൊക്കെ നമുക്ക് നഷ്ടമേ തരുന്നുള്ളൂ, ലാഭമൊന്നും തരുന്നില്ല. ലാഭമോ ആത്മജ്ഞാനം ഈ മനുഷ്യജന്മത്തിൽ സമ്പാദിച്ചാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ലാഭം. അതിന് ജഗദീശ്വരൻ്റെയും ഗുരുക്കന്മാരുടെയും ആത്മകൃപയും എല്ലാം ഉണ്ടാകണം. നമുക്ക് നമ്മളോട് തന്നെ ഉദ്ധരിക്കാനുള്ളതായ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ നമുക്ക് തന്നെ നമ്മളോടൊരു കൃപയുണ്ടാകണം. ഈ ദീന ദുഃഖനായി കഴിയാനാണോ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അതുപോലെ ശാസ്ത്രത്തിൻ്റെ കൃപ കൂടെ. ശാസ്ത്രത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സദ്ഗുരുക്കന്മാരിലൂടെ അതിൻ്റെ മർമ്മം നമ്മൾ ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രയോജനം നമ്മളിൽ കിട്ടുന്നത്. അതിന് ഇവിടെ തുറന്ന ഒരു അവസരമായി ഉണ്ടാക്കി ഇരിക്കുന്നതാണ് ഈ സത്സംഗം. ഈ സത്സംഗത്തിലൂടെ തന്നെ നമുക്ക് നമ്മളുടെ ജീവിതം പരിപൂർണതയിൽ എത്തിക്കാൻ ജഗദീശ്വരൻ സാധിക്കട്ടെ. ഈ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞത് 5-ാമത്തെ അധ്യായമായ കർമ്മസന്യാസയോഗം എന്നുള്ളതാണ്. ഭാഷ്യത്തിൻ്റെ ഒക്കെ കുറേ നിങ്ങൾ കേട്ടു. ഒരു ശങ്കരാനന്ദി വ്യാഖ്യാനമാണ്. അത് വളരെ വലുതാണ്. അത് 2 മന്ത്രങ്ങളേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് എടുക്കുന്ന അത്ര. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത എന്ന 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു. കർമ്മത്തിൽ അകർമ്മത്തെ ആരാണോ കാണുന്നത്, അതുപോലെ അകർമ്മത്തിൽ കർമ്മത്തെയും ആരാണോ കാണുന്നത്, അവനാണ് ശരിക്കും ബുദ്ധിമാനായിട്ടുള്ളവൻ.
കർമ്മത്തിൽ അകർമ്മത്തെ കാണുക എന്ന് പറഞ്ഞാൽ ഈ ശരീര ഇന്ദ്രിയാദികൾ ഗുണങ്ങൾ ഗുണേഷു വർത്തന്തെ എന്ന് ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആത്മാവ് അസംഗനാണ്, സർവവ്യാപിയാണ്. അവയവങ്ങളൊന്നും ഉള്ളതല്ല ആത്മാവിന്. അവയവങ്ങൾ കൊണ്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക. ആകാശത്തിന് എവിടെയെങ്കിലും പോകാനും വരാനും സാധിക്കുമോ? ആകാശം ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല, അതിന് അവയവങ്ങളുമില്ല. നമ്മൾ ഇവിടെയൊക്കെ വരുന്നത് നമ്മളുടെ കൈകാലുകളൊക്കെ ഉപയോഗിച്ച് നടന്നോ അല്ലെങ്കിൽ വാഹനത്തിൽ കയറിയോ ഒക്കെയാണ്. അത് ഉപകരണങ്ങൾ കൊണ്ട് സാധിക്കുന്നു. എന്നാൽ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ഉണ്ട് എങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമില്ല. ഇതുപോലെ കർമ്മത്തിൽ ശരീരം കൊണ്ട് ഇന്ദ്രിയം കൊണ്ടൊക്കെ നടക്കുന്ന കർമ്മം ഞാനല്ല ചെയ്യുന്നത്, ഞാനതിൻ്റെ സാക്ഷി മാത്രമാണ് എന്നറിയുമ്പോൾ ഞാൻ കർമ്മിയല്ല, കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നു. അതുപോലെ അകർമ്മത്തിൽ ഈ ശരീരേന്ദ്രിയാദികളെ ഒന്നും പ്രവർത്തിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന വിചാരമുണ്ടെങ്കിൽ തന്നെ ഞാനൊന്നും ചെയ്യാതെ ചുമ്മാതിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഒരു കർമ്മമാണ്. അപ്പോൾ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആരാണോ കാണുന്നത് അവനാണ് ബുദ്ധിമാൻ, അവനാണ് യോഗി, യുക്ത. കൃഷ്ണകർമ്മകൾ എല്ലാ കർമ്മങ്ങളും ചെയ്തവനും അവൻ തന്നെയാണ് എന്ന് ഭഗവാൻ അർജുനന് ഉപദേശിക്കുകയാണ്. ഇത്യാരഭ്യ കർമ്മസന്യാസം ഉപക്രമ്യ. അതുകൊണ്ട് എന്താണ് ഇതുകൊണ്ട് പറഞ്ഞത്? കർമ്മത്തെ എല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്. ഈ കർമ്മത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ ഭ്രമമാണ്. ഞാൻ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, ഈ ലോകം മുഴുവൻ നടത്തുന്നത് ഞാനാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയേ ഉള്ളൂ. ഇതൊക്കെ ഭഗവാൻ സൃഷ്ടിച്ച് ഭഗവാൻ തന്നെയാണ് നടത്തുന്നത്. നമ്മളതിൽ ഒരു ഉപകരണം മാത്രമേ ആകുന്നുള്ളൂ, ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത് അതാണ് പറയുന്നത്. ജ്ഞാനാഗ്നി ദഗ്ധകർമാണം. ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് കർമ്മങ്ങളൊക്കെ ദഹിച്ചുപോയ കത്തിപ്പോയ അവൻ ആരാണോ അവൻ ദഗ്ധകർമാണം. ശരീരം കേവലം കർമ്മ. ഈ ശരീരം കൊണ്ട് മാത്രമാണ്, കേവല ശരീരം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്, ആത്മാവിൽ അതിനെ ആരോപിക്കുന്നില്ല. അങ്ങനെ ശരീരം കേവലം കർമ്മ കുറുവൻ നാപ്നോതി കിൽബിഷം. അവന് ഒരു പാപത്തിൻ്റെയും ഭാഗമാകുന്നില്ല എന്നും പറയുന്നുണ്ട്. എതിർച്ഛാലാപസന്തുഷ്ട. പിന്നെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? യാദൃച്ഛികമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അതിൽ സന്തോഷിക്കുക, നഷ്ടപ്പെട്ടാൽ അതിൽ ദുഃഖിക്കാതിരിക്കുക. എതിർച്ഛാലാപസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപിത നിബദ്ധ്യത. കർമ്മങ്ങൾ ചെയ്താലും അവന് ബന്ധനത്തിൽ പെടുന്നില്ല എതിർച്ഛാലാപസന്തുഷ്ടനാണെങ്കിൽ. അങ്ങനെ എതിർച്ഛാലാപസന്തുഷ്ടനായിരിക്കണമെന്നാണ് ശാസ്ത്രം നമ്മളെ ബോധിപ്പിക്കുന്നത്. നമ്മൾ പ്രയത്നിച്ചുണ്ടാക്കുമ്പോൾ എൻ്റെ പ്രയത്ന ഫലമാണിത് എന്ന് വിചാരിക്കും. പക്ഷേ അത് ഭഗവാനല്ലേ തരുന്നത്, അല്ലാതെ ഭഗവാൻ തന്നില്ലെങ്കിൽ നമുക്കിത് വല്ലതും കിട്ടുമോ? എല്ലാം ഭഗവാന്റെ കൃപ തന്നെയാണ്. സർവം കർമ്മ അഖിലം പാർത്ഥ. എല്ലാ കർമ്മങ്ങളും അല്ലയോ അർജുന ജ്ഞാനേ പരിസമാപ്യത. ആത്മജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെയും പരിപൂർണമാകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അന്ധകരണ ശുദ്ധിദ്വാര ആത്മജ്ഞാനത്തിന് ഉപകരിക്കണം. എങ്കിലേ ആ കർമ്മം സഫലമാകുന്നുള്ളൂ. സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കി തീർക്കുന്നു. അപ്പോൾ കർമ്മങ്ങളൊക്കെയും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ജ്ഞാനത്തിലെത്തിയില്ലെങ്കിൽ ആ കർമ്മമൊക്കെ വീണ്ടും ജനനത്തിനും ദുഃഖത്തിനുമൊക്കെ കാരണമായി തീരും. ആ കർമ്മം സഫലമായില്ല. യോഗസന്യസ്തകർമാണം. ജ്ഞാനസംഛിന്ന സംശയം ആത്മബന്ധം എന്ന കർമാണി നിബധ്നന്തി ധനഞ്ജയ എന്ന് ഗീതയിൽ തന്നെ പറയും. യോഗസന്യസ്ത ആത്മജ്ഞാനം കൊണ്ട് കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ച, ജ്ഞാനനിഷ്ഠയിൽ കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ചവൻ. ഇത്യേതൈഹി വാക്യൈഹി. ഈ വാക്യങ്ങളെ കൊണ്ട് ബ്രഹ്മജ്ഞാനിക്ക് ബ്രഹ്മനിഷ്ഠസ്യ, ബ്രഹ്മജ്ഞാനിയായ ബ്രഹ്മനിഷ്ഠന് കർത്തവ്യ കർമ്മസന്യാസ ഏവ. അവൻ ചെയ്യേണ്ടത് ഈ കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ കർമ്മം അജ്ഞാനജന്യമായ, ജ്ഞാനമുണ്ടാകുമ്പോൾ തന്നെ അജ്ഞാനജന്യമായ കർമ്മങ്ങൾ താനേ ഇല്ലാതാകും. ആ കർമ്മ ത്യാഗം തന്നെയാണ് ചെയ്യേണ്ടത്. ഏവ ഇതി പ്രതിപാദ്യ. ഇതാനീം
കർമ്മസന്യാസ കർമ്മയോഗയോ, കർമ്മസന്യാസിൻ്റെയും കർമ്മ അനുഷ്ഠാനത്തിൻ്റെയും ഏകത ഏകപുരുഷ അനനുഷ്ഠാനം. ഒരു സമയത്തെ കർമ്മത്തെ ഉപേക്ഷിക്കാനും ഒരേ സമയം തന്നെ കർമ്മം ചെയ്യാനും ഒരാൾക്ക് സാധ്യമല്ല. ആദ്യം കർമ്മം ചെയ്ത് അന്ധകരണ ശുദ്ധി നേടി ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ മോക്ഷമുണ്ടാകും. അത് ഭിന്ന ഭിന്ന കാലത്തിലാണ്. ഒരു വ്യക്തിയിലാണെങ്കിലും ഭിന്ന കാലങ്ങളിലാണ്. ഒരേ സമയത്ത് കർമ്മം ചെയ്യാനും കർമ്മസന്യാസവും കൂടെ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ ഭാഷ്യകാരനും പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ജ്ഞാനാനന്ദി, അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ജ്ഞാനാനന്ദിയാണ്. അദ്ദേഹത്തിൻ്റെ അല്ല, ഇവിടെ പഞ്ചദശീകാരൻ വിദ്യാരണ്യ സ്വാമികളുടെ ഗുരുവാണ് ശങ്കരാനന്ദ. അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമായത്. പ്രതിപാദ്യ ഇതാനീം കർമ്മസന്യാസ കർമ്മയോഗയോ ഏകൈക പുരുഷ അനനുഷ്ഠേയത്വം. ഒരേ പുരുഷന് ഒരേ സമയത്ത് അനുഷ്ഠിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഉഭയോഹോ വ്യവഹിതമോ അവ്യവഹിതമായിട്ട്, മറഞ്ഞോ മറയാതെയോ എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് അന്ധകരണ ശുദ്ധി വന്നപ്പോൾ ആ ജ്ഞാനത്തിനത് ആ വ്യക്തി പാത്രമായി തീരുന്നു. അതാണ്. അപ്പോൾ നേരിട്ട് ജ്ഞാനസാധനമല്ല, പക്ഷേ വ്യവഹിതമായിട്ട് ജ്ഞാനസാധനമാണ് കർമ്മം എന്നർത്ഥം. യോഗിതം ഏകൈകത്വേ ഫലൈകത്വേ, ഫലം ഒന്നാണ്, മോക്ഷം എന്നുള്ളതാണ്. എങ്കിലും തയോഹോ സാധ്യസാധന ഭാവേന, ഒന്ന് സാധ്യം ജ്ഞാനമാണ്, അല്ലെങ്കിൽ മോക്ഷമാണ് സാധ്യം, അതിൻ്റെ സാധനമാണ് ജ്ഞാനം. ആ ജ്ഞാന ഉത്പത്തിക്ക് നിഷ്കാമമായ കർമാനുഷ്ഠാനം സാധനമാണ്. സാധ്യസാധന ഭാവേന പൂർവാപരഭാവിത്വം, പൂർവഭാവി കർമാനുഷ്ഠാനം അന്ധകരണ ശുദ്ധി വന്ന് അപരഭാവി ജ്ഞാന സമ്പാദനം, ഇങ്ങനെ പൂർവാപരഭാവിത്വം. സാധന സാധ്യേ, കർമ്മമാകുന്ന സാധനം കൊണ്ട് സാധ്യമായിരിക്കുന്ന ജ്ഞാനത്തിൽ, ജ്ഞാനേ സംപ്രാപ്തി, ജ്ഞാനം പ്രാപ്തമായിരിക്കുമ്പോൾ ബ്രഹ്മവിദ കർത്തവ്യ സർവകർമ്മ സന്യാസ. അപ്പോൾ എല്ലാ കർമ്മത്തെയും ത്യജിക്കേണ്ടതാണ്, സന്യസിക്കേണ്ടതാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ഏവ ഇത് ഇത്യാദി അർത്ഥ നിരൂപണായ, ഈ അർത്ഥത്തെ പറയുന്നതിന് വേണ്ടി, പ്രതിപാദിക്കുന്നതിന് വേണ്ടി പഞ്ചമാധ്യായ ആരഭ്യതേ. ഈ 5ാമത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ്, കർമ്മസന്യാസത്തെ പ്രതിപാദിക്കാൻ വേണ്ടിയാണ്. കർമ്മസന്യാസ യോഗമെന്നാണ് പേര്. കർമ്മമോ ഞാൻ ആരാണെന്നറിയാത്ത അജ്ഞാനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്നത് നേടിയാൽ പൂർണ്ണതയുണ്ടാകും, സംതൃപ്തിയുണ്ടാകും എന്ന വിചാരം കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതൊരിക്കലും പൂർത്തിക്ക് കാരണമല്ല. അതിലൂടെ അന്ധകരണം ശുദ്ധമാകുമ്പോൾ, രാഗദ്വേഷ കാമക്രോധ ലോഭാദി ദോഷങ്ങൾ മാറുമ്പോൾ അങ്ങനെയുള്ള അന്ധകരണത്തിലാണ് ആത്മസ്വരൂപ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അതിനത് പരമ്പരയാ കാരണമായി തീരും. നേരിട്ട് കാരണം ജ്ഞാനം തന്നെയാണ് മോക്ഷത്തിന്. എന്നാൽ ജ്ഞാന ഉത്പത്തിക്ക് അന്ധകരണ ശുദ്ധി ദ്വാര കർമ്മം കാരണമായി തീരുന്നു. തത്ര ആദൗ ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹതി എന്ന് അർജുനോട് ഭഗവാൻ ഉപദേശിക്കുന്നു. ഈ ലോകസംഗ്രഹത്തിന് വേണ്ടി, ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഞാൻ അലസനായിരുന്നാൽ മറ്റുള്ളവരും എന്നെ കണ്ട് അലസരായിരിക്കും. അപ്പോൾ ഈ ലോകം തന്നെ നിലനിൽക്കുകയില്ല, ലോകനാശത്തിന് കാരണമായി തീരും. അതുകൊണ്ട് തനിക്ക് പ്രയോജനമൊന്നുമില്ലെങ്കിലും ലോകസംഗ്രഹത്തെ ഉദ്ദേശിച്ചും കർമ്മം ചെയ്യേണ്ടതാണ് എന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. സർവകർമ്മ സന്യാസ ഏവ ഇത്യാദി അർത്ഥ നിരൂപണായ, എല്ലാ കർമ്മങ്ങളെയും ത്യജിക്കേണ്ടതാണ് എന്ന അർത്ഥത്തെ നിരൂപണം ചെയ്യുന്നതിന് വേണ്ടി 5ാധ്യായം ആരംഭിക്കുന്നു. തത്ര ആദൗ ലോകസംഗ്രഹമേവാഭി ഇത് വിദുഷ, ആത്മജ്ഞാനിക്കാണെങ്കിലും
ലോകഹിതാർത്ഥം, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കർമ്മ കർത്തവ്യം, കർമ്മം ചെയ്യേണ്ടതാണ്. കർമ്മയോഗം ഉപക്രമ്യ എന്നിങ്ങനെ കർമ്മയോഗത്തെ ആരംഭിച്ചിട്ട് ഉപക്രാന്തേ വർത്ത ഏവ ച കർമ്മണി ആരംഭിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ കർമ്മത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. കർമ്മണി ഇത് തത്ര സ്വദൃഷ്ടാന്ത വിധായ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഉദാഹരണമായിട്ട് അർജുനന് പറഞ്ഞു കൊടുത്തിട്ട് ഗുണേഷു വർത്തന്തേ, ഗുണകാര്യങ്ങളായ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഇത് ന്യായേന അനുഷ്ഠാതവ്യം ഇത് അനുഷ്ഠാന പ്രക്രിയ, കർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. അതിൻ്റെ പ്രക്രിയയെ സൂചിപ്പിച്ചിട്ട് സൂചയിത്വ ഏവം പൂർവതരം കൃതം എന്ന് ഗീതയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കൃതം ഇത് തസ്യ ശിഷ്ട അഭ്യൂപഗന്തവ്യ, ശിഷ്ടന്മാർ ഉദാഹരണപ്പെടുന്ന ശിഷ്ടന്മാരായിട്ടുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്ന് കാണിച്ചുകൊണ്ട് ദർശയിത്വ തസ്മിന്നേവ കർമ്മയോഗേ, ആ കർമ്മയോഗത്തിൽ തന്നെ കുരു കർമ്മൈവ തസ്മാത്വം പൂർവതരം കൃതം, മറ്റുള്ളവരെ പോലെ തന്നെ നീയും കർമ്മം ചെയ്യണം. ജനകാദികൾ അതിന് ഉദാഹരണമാണ്. ആത്മജ്ഞാനികളാണ് എങ്കിലും കർമ്മം ചെയ്യുന്നതുകൊണ്ട് തനിക്ക് നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് കർമ്മം ചെയ്യുക തന്നെ ചെയ്യുന്നു. കർമ്മം ചെയ്യാതിരുന്നാൽ നഷ്ടമുണ്ട് താനും. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും. അതുകൊണ്ട് കർമ്മം ചെയ്യുക തന്നെ വേണം എന്നിങ്ങനെ പറഞ്ഞു. തസ്മിന്നേവ കർമ്മയോഗേ കുരു കർമ്മൈവ തസ്മാത്വം എന്നിങ്ങനെ ആരംഭിച്ച് യോഗം ആദിഷ്ടോ ഉത്തിഷ്ഠ, യോഗത്തെ സ്വീകരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നീ യുദ്ധം ചെയ്യാൻ തയ്യാറാവുമെന്ന് ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുന്നതാണ്. ഇത് സന്യാസേന സഹ ഉപദിഷ്ടേ, സന്യാസത്തോടു കൂടി ഉപദിഷ്ടേ സതി കർമ്മസന്യാസ കർമ്മ അനുഷ്ഠാനയോ, കർമ്മത്തെ ഉപേക്ഷിക്കുകയും കർമ്മം ചെയ്യുകയും രണ്ടിനൂടെ ഉഭയോ യുഗവത് കർത്തവ്യത്വേന പ്രാപ്തിയോ, രണ്ടും ഒരുമിച്ച് ചെയ്യണോ എന്നിങ്ങനെ ചെയ്യേണ്ടതായിട്ട് പ്രാപ്തമാകുമ്പോൾ പ്രാപ്തയോ ചതുരസ്മി, ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്നിങ്ങനെ പ്രാപ്തമാകുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒരേ സമയത്ത് ഒരാൾക്ക് ചെയ്യാൻ സാധ്യമല്ല. ജ്ഞാനവും അജ്ഞാനവും ഒരാളിലിരിക്കുകയില്ല. അജ്ഞാനം ഉണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അത് കർമ്മം ചെയ്യുകയാണെങ്കിൽ സന്യാസമില്ല എന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദേഹാദികൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്താലും വാസ്തവത്തിൽ താൻ കർമ്മം ചെയ്യുന്നില്ല എന്ന നിഷ്ഠയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് നിഷ്പാപമായി ശുദ്ധമായി തീരും എന്നുള്ളതാണ് അതിൻ്റെ പ്രയോജനം. തയോഹോ യത് ശ്രേഷ്ഠതരം, അതിൽ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത്? പുമർത്ഥ സാധകം, പുരുഷാർത്ഥത്തെ, ധർമാർത്ഥ കാമ മോക്ഷങ്ങളെന്ന ചതുർവിധ പുരുഷാർത്ഥത്തെ സാധിക്കുന്നത് ഏതാണ്? തത് ജ്ഞാത്വ ഏകം കർത്തും ശക്യത, അതിൽ ഇത് ഏതാണ്, കർമ്മസന്യാസമാണോ അതോ കർമ്മ അനുഷ്ഠാനമാണോ നല്ലത് എന്നറിഞ്ഞ് അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് അർജുനൻ ചോദിക്കുന്നത്. ഇത് തത് അന്യതരശ്ച ഇഷ്ടത്വ അനിഷ്ട ജിഹാസയ, അനിഷ്ടമായതിനെ ഉപേക്ഷിക്കാനുള്ള ഇഷ്ടമായതിനെ സ്വീകരിക്കാനുള്ള വിചാരത്തോടു കൂടിയാണ് അർജുനൻ പറഞ്ഞത്. അർജുന ഉവാച നനു അത്ര ഏതയോഹോ കർമ്മസന്യാസ കർമ്മയോഗിയോഹോ, ഈ കർമ്മത്തെ ഉപേക്ഷിക്കുകയും കർമ്മ അനുഷ്ഠാനം രണ്ടിനെയും യത് ശ്രേഷ്ഠതരം
കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള ഏതാണോ തന്മേ ബ്രൂഹി, അതെനിക്ക് നിശ്ചിതമായിട്ട് പറഞ്ഞു തന്നാലും എന്ന് അർജുനൻ്റെ ചോദ്യം. അർജുനസ്യ പ്രശ്നഃ കിം വിദ്വത് കർത്തുകയോ, വിദ്വാൻമാർ ചെയ്യുന്ന കർമ്മങ്ങളെ വിദ്യ കർത്തൃകയോ സന്യാസകർമ്മയോഗയോ കിം കിം അവിദ്വത് കർത്തൃകയോ, അത് വിദ്വത് കർത്തൃകമാണോ അവിദ്വത് കർത്തൃകമാണോ, അജ്ഞാനി ചെയ്യുന്നതാണോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് വിദ്വത് അവിദ്വത് കർത്തൃകയോ, വിദ്വാൻ ചെയ്യുന്നതും അജ്ഞാനി ചെയ്യുന്നതും ആയ കർമ്മങ്ങൾക്ക് കർമ്മ യോഗയോ വാ എന്ന് ചോദിക്കുന്നു. ചേതുച്യതേ നാദ്യ നിരന്തരം സമാധി നിരന്തരം സമാധിയിലിരിക്കുന്ന ആ ജ്ഞാനിക്ക് സമുത്പന്നം സമ്യജ്ഞാനേന, യഥാർത്ഥമായ ജ്ഞാനം കൊണ്ട് ബ്രഹ്മൈവാഹം, ഞാൻ ബ്രഹ്മം തന്നെ എന്ന ജ്ഞാനമുണ്ടായവന് നിഷ്ക്രിയേ പരേ, നിഷ്ക്രിയമായ പരബ്രഹ്മത്തിൽ പരേ ബ്രഹ്മണിയേവ ആത്മഭാവത്തെ, അതുതന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന ആത്മഭാവം ഉണ്ടായവന് ഉപേത്യ, അതിനെ സ്വീകരിച്ചിട്ട് തദാത്മനൈവ തിഷ്ഠത, തദാത്മനൈവ, ആ ബ്രഹ്മഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ജ്ഞാനിക്ക് ബ്രഹ്മവിദ തദ് വിപരീത, അതിൽ നിന്ന് വിപരീതമായിരിക്കുന്ന ദേഹാത്മബുദ്ധിയോടുകൂടിയിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ തദഹങ്കാരൈക കാരണക കർമ്മയോഗ, അഹങ്കാരത്തോടുകൂടി അജ്ഞാനിയായിട്ടുള്ള കർമ്മയോഗമാണോ ന കഥഞ്ചന സിദ്ധ്യതി, ഒരിക്കലും സിദ്ധിക്കുകയില്ല. അജ്ഞാനിയുടെ ഇതാണ് ഞാൻ കർമ്മം ചെയ്യുന്നവനാണ് എന്ന കർത്തൃത്വഭാവം. സ്വവിരോധിനി, തനിക്ക് വിരോധിയായിരിക്കുന്ന സമ്യജ്ഞാനമുണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് കർമ്മം ചെയ്യാൻ സാധിക്കുക? വിജൃംഭമാണേ സതി ആർക്കേ തമസഹ ഇവ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടെങ്ങനെ ഇരിക്കുന്നില്ലയോ, അതുപോലെ ആത്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അജ്ഞാനവും അജ്ഞാനജന്യമായ കർമ്മവും ഒരാളിൽ ഇരിക്കുകയില്ല. തത് അസംഭവേ തത് കാരണ അഹങ്കാര അസംഭവി, അഹങ്കാരം സംഭവിക്കുകയില്ല. അങ്ങനെ അഹങ്കാരമില്ലെങ്കിൽ കർമ്മം ചെയ്യാനൊക്കുകയില്ല. ഏക നിബന്ധന കർമ്മയോഗ, അഹങ്കാരം ഏക നിബന്ധനമായിരിക്കുന്ന കർമ്മയോഗം സ്വപ്നേവി സംഭവ, സ്വപ്നത്തിൽ പോലും അത് സംഭവിക്കുകയില്ല എന്ന് സംശയിക്കുന്ന ശക്യതയെ, സ്വപ്നത്തിൽ പോലും കർമ്മം ചെയ്യാൻ സാധിക്കുകയില്ല. നഹി ജാഗ്രത, ഉണർന്നിരിക്കുന്നവന് സ്വകർമ്മ സ്വപ്നാർത്ഥ സംബന്ധവ, സ്വപ്നത്തിൽ കണ്ടതുമായിട്ട് ഉണർന്നു വന്നവന് പിന്നെ സംബന്ധമില്ലാത്തതുപോലെ ജ്ഞാനമുണ്ടായവന് പിന്നെ അജ്ഞാനകാരിയുമായ കർമ്മത്തോട് സംബന്ധം ഉണ്ടാകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശ്രേഷ്ഠത്വ ജിജ്ഞാസു അർജുന പൃച്ഛതി, അത് ശ്രേഷ്ഠമായത് കർമ്മത്യാഗമാണോ അതോ കർമ്മ അനുഷ്ഠാനമാണോ എന്ന അഭിപ്രായത്തോടുകൂടി അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. ഒന്നാമത്തെ മന്ത്രം. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസതി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി.
യത്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനഃ യോഗം ച ശംസസി യത് ശ്രേയഃ ഏതയോഃ ഏകം തത് മേ ബ്രൂഹി സുനിശ്ചിതം എന്നിങ്ങനെ പദച്ഛേദമാണ്. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം പദച്ഛേദം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനഃ യോഗം ച ശംസസി യത് ശ്രേയഃ ഏതയോഃ ഏകം തത് മേ ബ്രൂഹി സുനിശ്ചിതം. സന്യാസം കർമ്മണാം സന്യാസം, കർമ്മസന്യാസവും കർമ്മയോഗവും അങ്ങ് മാറി മാറി പറയുന്നു. അപ്പോൾ ഇതിലേതാണ് ശ്രേഷ്ഠകരമായിട്ടുള്ളത്, ശ്രേയസ്കരമായിട്ടുള്ളത്, അതങ്ങ് നിശ്ചയിച്ച് എന്നോട് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. സന്യാസം കർമ്മണാം കൃഷ്ണ, ഹേ കൃഷ്ണ, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങ് കർമ്മസന്യാസമാണോ അതോ പുനർയോഗ കർമ്മയോഗമാണോ, രണ്ടും അങ്ങ് പറയുന്നു. ശംസസി ഉപദേശിക്കുന്നു, ശാസിക്കുന്നു. ത്വം ശംസസി യത് ശ്രേയഃ ഏതയോഃ ഏകം, ഇതിൽ ഏതെന്നാണോ ശ്രേയസ്കരമായിട്ടുള്ളത്, കൂടുതൽ നന്മയുള്ളത്, അത് നിശ്ചയിച്ച് എന്നോട് പറഞ്ഞു തരണം. തന്മേ തത് ശ്രേയസ്കരമായിട്ടുള്ള അതിനെ മേ ബ്രൂഹി എനിക്ക് പറഞ്ഞു തന്നാലും. സുനിശ്ചിതമായിട്ടുള്ളത്, അങ്ങക്ക് അത്യന്തം നിഷ്ഠയുണ്ട്, അങ്ങ് ജ്ഞാനിയാണ്, അങ്ങേക്കിത് തിരിച്ചറിയാൻ സാധിക്കും. എനിക്കിത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കർമ്മം ചെയ്യണമെന്നും പറയുന്നു, കർമ്മം ഉപേക്ഷിക്കണമെന്നും പറയുന്നു. കർമ്മം ഉപേക്ഷിക്കുകയാണോ വേണ്ടത്, കർമ്മം അനുഷ്ഠിക്കുകയാണോ വേണ്ടത് എന്ന് നിശ്ചയിക്കാൻ എനിക്ക് ത്രാണിയില്ലാതെയായിരിക്കുന്നു. അതുകൊണ്ടത് നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. സദാ ആനന്ദ രൂപത്വാത് പരമാത്മാ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപം എന്താണ്? എപ്പോഴും ആനന്ദസ്വരൂപനാണ്. അതുകൊണ്ട് പരമാത്മാവാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ദേവകീപുത്രനായി വസുദേവപുത്രനായി വാസുദേവൻ എന്നൊക്കെ പറയുന്ന അതായിട്ടല്ല കാണേണ്ടത്. അദ്ദേഹം തത്വം ബോധിച്ചയാളാണ്. അതുകൊണ്ട് പരമാത്മാവ് തന്നെയാണ് ശ്രീകൃഷ്ണൻ. നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. നമ്മൾ പക്ഷേ അതിനെ കണക്കാക്കാതെ ഈ ദേഹാദികളിൽപ്പെട്ട മോഹത്തിൽപ്പെട്ട് ക്ലേശിക്കുകയാണ്. ഈ മോഹത്തിൽപ്പെട്ടത് അജ്ഞാനം കൊണ്ടാണ്. ഈ അജ്ഞാനത്തെ നശിപ്പിക്കാനാണ് ഭഗവാൻ ഇത് ഉപദേശിക്കുന്നത്. ഇതുകൊണ്ടാണ് പറഞ്ഞത് സദാ ആനന്ദരൂപത്വാത് പരമാത്മാ കൃഷ്ണ ഇത്യുച്യതേ. ആ പരമാത്മാവിനെയാണ് കൃഷ്ണൻ ആകർഷിക്കുന്നവൻ. ജ്ഞാനത്തോട് അല്ലെങ്കിൽ ആനന്ദത്തോടല്ലേ എല്ലാവർക്കും ആകർഷണമുള്ളത്. ആനന്ദമാണ് അന്വേഷിച്ച് നിരന്തരം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ ആത്മസ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് കൃഷ്ണൻ ഇത്യുച്യതേ തസ്യ സമ്പുദ്ധി, അങ്ങനെയുള്ള കൃഷ്ണൻ്റെ സമ്പുദ്ധിയാണ് ഹേ കൃഷ്ണ എന്നുള്ളത്. പൂർവോക്തൈർ വചനൈഹി, മുമ്പ് പറഞ്ഞ വാക്കുകൾ കൊണ്ട് സന്യാസം, വിദ്യുക്ത വിധിയിൽ പറഞ്ഞിരിക്കുന്ന വിദ്യുക്താനാം അവശ്യം അനുഷ്ഠേയാന, അവശ്യം അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളെക്കുറിച്ച്, കർമ്മണാം ത്യാഗം, അവശ്യം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് കർമ്മസന്യാസം എന്ന് പറയുന്നത്. ആ ത്യാഗം ശംസസി, അതിനെ അങ്ങ് പറയുന്നു, കഥയസി അങ്ങ് പറയുന്നു. പുനഃ യോഗമപി, പുനഃ ഭൂയോവി, വീണ്ടും കുരു കർമ്മൈവ തസ്മാത്വം, നീ കർമ്മം തന്നെ ചെയ്താലും. കാരണം കർമ്മം ചെയ്യാൻ, കർമ്മത്തിൻ്റെ ഫലമായ അന്ധകരണ ശുദ്ധി വന്നിട്ടില്ലെങ്കിൽ ആ കർമ്മം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അന്ധകരണ ശുദ്ധിക്കുള്ള സാധനമില്ലാതാകുകയും അന്ധകരണം അശുദ്ധമായി തന്നെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ അശുദ്ധമായ അന്ധകരണത്തിലൂടെ ആത്മജ്ഞാനം സമ്പാദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിഷ്കാമമായി കർമ്മം ചെയ്യുമ്പോൾ അന്ധകരണം ശുദ്ധമാകും, രാഗദ്വേഷാദികൾ ഇല്ലാതാകും, ആ അന്ധകരണത്തിലെ ആത്മജ്ഞാനം ഉദിക്കുകയുള്ളൂ. അതാണ് പറയുന്നത് കുരു കർമ്മൈവ തസ്മാത്വം ഇതേ യോഗം ആധിഷ്ഠ, യോഗിയാവൂ. ഇതിച്ച
കർമ്മയോഗമപി ശംസസി, കർമ്മ സന്യാസത്തെയും കർമ്മയോഗത്തെയും അങ്ങ് ഉപദേശിക്കുന്നു. ക്രിയമാണമപി അധികാരിതഃ സാധന സമ്പത്യ, സാധനസമ്പത്തി, സാധനം കർമാനുഷ്ഠാനത്തിലുള്ള സാധനസമ്പത്യ ച ആശ്രമേണ ച, അതുപോലെ ആശ്രമം, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നിങ്ങനെയുള്ള ആശ്രമം കൊണ്ടും ആശ്രമേണ ച പരാപര വിരുദ്ധവും, പരസ്പര വിരുദ്ധവും, കർമ്മവും കർമ്മസന്യാസവും പരസ്പര വിരുദ്ധങ്ങളാണ്. പരസ്പര വിരുദ്ധവും സന്യാസ കർമ്മയോഗവും ഏവ ഏകേന ഏകത കർത്തും അശക്യവും. ഒരു വ്യക്തി ഒരു സമയം കർമ്മത്യാഗവും കർമാനുഷ്ഠാനവും കൂടി ചെയ്യാൻ സാധിക്കില്ല. ഒന്നുകിൽ ത്യജിക്കുക, അല്ലെങ്കിൽ കർമ്മം അനുഷ്ഠിക്കുക. കർമ്മം അനുഷ്ഠിക്കുമ്പോൾ കർമ്മസന്യാസമില്ല, കർമ്മസന്യാസമുള്ളപ്പോൾ കർമാനുഷ്ഠാനമില്ല. ഒരു സമയം ഒരു വ്യക്തിക്ക് രണ്ടും കൂടെ ചെയ്യാൻ സാധ്യമല്ല. ജ്ഞാനവും ഒരുമിച്ചിരിക്കാത്തതുപോലെ, ഇരുട്ടും വെളിച്ചവും ഒരുമിച്ചിരിക്കാത്തതുപോലെ. മമ അത്ര സംശയഃ കർത്തവ്യഃ കർമ്മയോഗോ വാ കർമ്മസന്യാസോ വാ. കർമ്മയോഗമാണോ അനുഷ്ഠിക്കേണ്ടത് അതോ കർമ്മസന്യാസമാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെ ദ്വയോഹോ അവി ആശ്രമാദിഭേദേന. കർമ്മസന്യാസം നാലാമത്തെ ആശ്രമമാണ്. കർമാനുഷ്ഠാനം ഗൃഹസ്ഥാശ്രമത്തിലോ ഒക്കെയാണുള്ളത്. ഭേദേന വിരുദ്ധത്വാത് ഏകേന ഏകത കർത്തും അശക്യത്വ. ഒരു വ്യക്തിക്ക് ഒരേ സമയം കർമ്മത്യാഗവും കർമാനുഷ്ഠാനവും ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തയോഹോ യത് ശ്രേയഃ സാധനം, അതിൽ ഏതാണോ ശ്രേയസാധനമായിട്ടുള്ളത് തദേവ കർത്തവ്യം നതു ദ്വയം. രണ്ടും ഒരേ സമയത്ത് ഒരിക്കൽ ചെയ്യാൻ സാധിക്കില്ല എന്നിങ്ങനെ എനിക്ക് സ്പഷ്ടമായിട്ട് തോന്നുന്നു. ഏത് ഏകം പ്രശസ്യതരം, ഇത് രണ്ടിൽ ഏതാണോ ശ്രേഷ്ഠതരമായിട്ടുള്ളത്, പ്രശസ്യതരമായിട്ടുള്ളത്, മോക്ഷസാധനത്വേന ഭവതാ സുനിശ്ചിതം, മോക്ഷസാധനമായിട്ട് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് തദേവ മേ ബ്രൂഹി, അതുതന്നെ എനിക്ക് പറഞ്ഞു തന്നാലും എന്നുള്ളതാണ് ആ ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇങ്ങനെ ഏവം കർമ്മസന്യാസ കർമ്മയോഗയോ ഏകേന ഏകത അനുഷ്ഠേയത്വേ പ്രാപ്തി സിദ്ധേ, ഒരു സമയം അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്നിങ്ങനെ നിശ്ചിതമായിരിക്കെ തയോഹോ അന്യതരസ്യ, ഈ രണ്ടിൽ ഒന്നിൻ്റെ ജായസ്ത്വ നിർണയായ, ശ്രേഷ്ഠമേതാണ് എന്ന് നിർണയിക്കുന്നതിന് വേണ്ടി ദേശകാല വയോ അവസ്ഥ ബുദ്ധി ശക്തി അനുരൂപത, ദേശം കാലം അവസ്ഥ എൻ്റെ ശക്തി ഇതിനെയൊക്കെ അങ്ങേക്ക് അറിയാം. അതനുസരിച്ച് ധർമ്മോപദേശവും ഭൈഷജ്യം, ധർമ്മം ഉപദേശിക്കുക എന്നുള്ളതാണ് ഔഷധമായിട്ടുള്ളത്, ഭൈഷജ്യമായിട്ടുള്ളത്. ഭൈഷജ്യം വക്തവ്യം ധർമ്മ പാരകൈഹി, ധർമ്മത്തിൻ്റെ മറുകരെ അറിയുന്നവർ അത് പറഞ്ഞു തരണം. ഇത് ന്യായേന അധികാരി അനുരൂപം, അധികാരിക്ക് അനുസരിച്ചുള്ളതായ ഉത്തരം പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ അതിന് മറുപടി പറയുകയാണ് രണ്ടാമത്തെ മന്ത്രം കൊണ്ട്. ശ്രീ ഭഗവാനുവാച സന്യാസകർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. സന്യാസകർമ്മയോഗശ്ച
നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാ കർമ്മയോഗോ വിശിഷ്യതേ. പദച്ഛേദം. സന്യാസഃ കർമ്മയോഗഃ ച നിശ്രേയസകരൗ ഉഭൗ തയോഃ തു കർമ്മസന്യാസാത് കർമ്മയോഗഃ വിശിഷ്യതേ എന്നിങ്ങനെ പദച്ഛേദം. സന്യാസഃ സമ്യക്കാകുമണ്ണമുള്ള ന്യാസത്തെയാണ് സന്യാസം, ത്യാഗം. എന്തിനെ? കർമ്മത്തെയോ കർമ്മസാധനത്തെയോ ഉപേക്ഷിക്കുക. കർമ്മസാധനം എന്താണ്? അജ്ഞാനം. വാസ്തവത്തിൽ സന്യാസം ജ്ഞാനം സന്യാസ ലക്ഷണമെന്ന് പറയുന്നതനുസരിച്ച് ജ്ഞാനം ഉണ്ടായെങ്കിലേ അജ്ഞാനം നശിക്കുകയുള്ളൂ. അപ്പോഴാണ് ശരിക്കുമുള്ള സന്യാസം ഉണ്ടാവുക. അപ്പോൾ സന്യാസഃ സമ്യക്കാകുമെന്നുമുള്ള ന്യാസം. അതുപോലെ കർമ്മയോഗശ്ച അജ്ഞാനപൂർവകമാണ് കർമ്മം ചെയ്യുന്നത്. ഞാൻ ഫലസാധനാദികളോട് കൂടിയവനാണ് എന്ന അഭിമാനമുള്ളതുകൊണ്ട് അത് വെച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യും. അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അനന്തകാലം അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഈ ജനനമരണ ദുഃഖങ്ങൾ അനാദികാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ അജ്ഞാനവും അജ്ഞാനജന്യമായ കർമ്മങ്ങളുമാണ്. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കാതെ ഒരിക്കലും അത് തീരുകയില്ല. നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടിശതൈരവി അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. ചെയ്തതായ ശുഭകർമ്മമായാലും അശുഭകർമ്മമായാലും അതിൻ്റെ ഫലം അവശ്യം അനുഭവിക്കുക തന്നെ വേണം. അപ്പം ഈ ജന്മം കിട്ടിയിരിക്കുന്നത് നമ്മൾ മുമ്പ് ചെയ്ത പുണ്യപാപ കർമ്മത്തിൻ്റെ ഫലം സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ ശരീരം ഭഗവാൻ നമുക്ക് തരികയില്ലായിരുന്നു. അപ്പോൾ ഇനിയും ഇതിങ്ങനെ കർമ്മം ചെയ്യാതിരിക്കാൻ എന്താണ് മാർഗം? ജ്ഞാനമുണ്ടാവണം. കർമ്മത്തിലുള്ള അഭിമാനം, അതുപോലെ ഞാൻ ചെയ്യുന്നു എന്ന ആ ദുരഭിമാനം ഇല്ലാതാകണം. ഈശ്വര പ്രീതിക്കായിട്ട് അന്ധകരണ ശുദ്ധിക്കായിട്ട് കർമ്മം ചെയ്യണം. അപ്പം നിഷ്കാമ കർമ്മം കൊണ്ട്, സേവ കൊണ്ട് അന്ധകരണം ശുദ്ധമാകും. കർമ്മയോഗശ്ച നിശ്രേയസകരവും. നിശ്രേയസ് നാസ്തി ശ്രേയോ യസ്മാത്, യാതൊന്നിനേക്കാൾ വലിയ ശ്രേയസ് ഇല്ലയോ. അങ്ങനെയുള്ള മോക്ഷമാണ്, മോക്ഷ സാധനമാണ്. കർമ്മം അനുഷ്ഠിക്കുമ്പോൾ കർമ്മം കൊണ്ടെങ്ങനെ മോക്ഷമുണ്ടാകും എന്നാണെങ്കിൽ അന്ധകരണ ശുദ്ധി ദ്വാര ജ്ഞാന ഉത്പത്തിക്ക് കാരണമായിട്ട് ആ ജ്ഞാനമാണ് മോക്ഷം തരുന്നത്. അല്ലാതെ കർമ്മം ഒരിക്കലും മോക്ഷസാധനമല്ല. ഇന്ന കർമ്മം ചെയ്താൽ മോക്ഷം കിട്ടുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിശ്രേയസകരവും ഉഭവും, രണ്ടും നിശ്രേയസകരങ്ങൾ തന്നെയാണ്. കർമ്മ സന്യാസവും കർമ്മയോഗവും. പക്ഷേ അധികാരി അനുസരിച്ചാണെന്ന് മാത്രം. കർമ്മം ത്യജിക്കുവാനുള്ള അധികാരം ഉണ്ടായെങ്കിൽ മാത്രമേ കർമ്മം ത്യജിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ കർമ്മം അനുഷ്ഠിക്കാനുള്ള അധികാരമാണെങ്കിൽ കർമ്മം അനുഷ്ഠിച്ച് അന്ധകരണ ശുദ്ധി വന്ന് അവരുടെ നടത്തുന്ന ശ്രവണാദികൾ കൊണ്ട് ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസ്യോയശ്ച. ബൃഹദാരണ്യോപനിഷത്തിൽ യാജ്ഞവൽക്യൻ സന്യസിക്കാൻ പോകുമ്പോൾ മൈത്രേയിയോട് പറഞ്ഞു, ആത്മാവാരേ ദ്രഷ്ടവ്യ. എന്തിനാണ് അങ്ങ് സന്യസിക്കാൻ പോകുന്നത്? അതെനിക്കൂടെ പറഞ്ഞു തരണം. അങ്ങക്ക് വേണ്ടാത്ത ഈ സമ്പത്തും ഗോക്കളും ഇതൊക്കെ എനിക്ക് എന്തിനാണ്? അങ്ങ് എന്തിനു വേണ്ടിയാണോ പോകുന്നത് അത് പറയണമെന്ന് പറഞ്ഞപ്പോൾ യാജ്ഞവൽക്കൻ മൈത്രേയിയോട് പറഞ്ഞാണ്, ആത്മാവാരേ ദ്രഷ്ടവ്യ. ആരേ മൈത്രേയി, ആത്മാവിനെ ദർശിക്കണം. ആത്മാവിനെ ദർശിക്കാൻ എന്താണ് സാധനം? ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യശ്ച. ശ്രവണം ചെയ്യണം. ഗുരുവാക്കിലൂടെ ശാസ്ത്രം കേൾക്കണം. ജീവബ്രഹ്മ ഐക്യമാണ് അതിൻ്റെ പരമലക്ഷ്യമെന്ന് ബോധിക്കുന്നതുവരെ കേൾക്കണം. കേട്ടുകഴിഞ്ഞാൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് അനുകൂല പ്രതികൂലമായ യുക്തികൾ കൊണ്ട്, ശ്രുത്യനുസാരമായ യുക്തികൾ കൊണ്ട് ചിന്തിക്കണം, മനനം ചെയ്യണം. മനനം ചെയ്ത് വിരുദ്ധമായതിനെ തള്ളുകയും സ്വീകാര്യമായതിനെ സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവബ്രഹ്മ ഐക്യമാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ തന്നെ സമാധിയിൽ അനുഭൂതിയിൽ കൊണ്ടുവരണം. അതാണ് നിധിധ്യാസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രവണം, മനനം, നിധ്യാസനം. ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസനം. നിധിധ്യാസനത്തിലൂടെ തത്വസാക്ഷാത്കാരം ഉണ്ടാകൂ എന്നുള്ള സംശയാദികൾ നിലനിൽക്കുമ്പോൾ അത് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മനനം നേരത്തെ ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെ ബ്രഹ്മനിഷ്ഠ സമ്പാദിക്കണം എന്ന് യാജ്ഞവൽക്യൻ ഉപദേശിച്ചിരിക്കുന്നു.
തയോസ്തു കർമ്മസന്യാസ, ഈ കർമ്മയോഗവും കർമ്മസന്യാസത്തിലും നിനക്ക് എന്താണ് യോജിച്ചത്? കർമ്മയോഗ തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗവും വിശിഷ്യത. കാരണം അതിന് വേണ്ട പക്വത വന്നിട്ടില്ലാത്തതുകൊണ്ട് കർമ്മമനുഷ്ഠിച്ച് ആ പക്വത സമ്പാദിക്കണം. അതുകൊണ്ട് എത്ര ശ്രേഷ്ഠനാണ് അർജുനനെങ്കിൽ പോലും കർമ്മസന്യാസത്തിനുള്ള അധികാരിത ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം എന്ന് ഭഗവാൻ പറയുകയാണ്. ബ്രഹ്മണി നിതരാം ആസഹ സന്യാസ, ബ്രഹ്മത്തിൽ നിരന്തരം ഇരിക്കുക എന്നുള്ളതാണ് ബ്രഹ്മനിഷ്ഠയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സന്യാസം കൊണ്ട്. സന്യാസ ബ്രഹ്മ ഇങ്ങനെ ബ്രഹ്മനിഷ്ഠയാണ്. ബ്രഹ്മണി നിതരാമാസ സന്യാസ, ബ്രഹ്മപ്രവണത ബാഹ്യപ്രവണത രാഹിത്യം. അനാത്മ വിഷയങ്ങളിലുള്ളതായ സാധാരണ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്കാണ് ഒഴുകുന്നത്. അതാണ് അതിൻ്റെ പ്രവണത. അതില്ലാതാവുക. ബ്രഹ്മത്തിലേക്ക് അന്ധകരണം പ്രവർത്തിക്കുക. ബ്രഹ്മവിചാരത്തിൽ ബ്രഹ്മനിഷ്ഠയിൽ എത്തുക എന്നുള്ളതാണ്. ബാഹ്യപ്രവണത രാഹിത്യേന ചിത്തസ്യ, അന്ധകരണത്തിൻ്റെ ബ്രഹ്മണി ബ്രഹ്മാത്മന അവസ്ഥാന ലക്ഷണം, ബ്രഹ്മവും ആത്മാവും ഒന്നാണ് എന്ന ആ സ്ഥിതിയിൽ നമ്മുടെ ചിത്തത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ബ്രഹ്മനിഷ്ഠ സന്യാസത്തിൻ്റെ. ബ്രഹ്മാത്മന അവസ്ഥാന ലക്ഷണോ നിർവികൽപക സമാധി. അതാണ് സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിർവികൽപ്പ സമാധിയിൽ ബ്രഹ്മത്തിൽ തന്നെ നിരന്തരം നിഷ്ഠിതരാകുക, നിതരാം സ്ഥിതി ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യക് ദൃഷ്ട്യ, ആന്തരദൃഷ്ടി കൊണ്ട്, പ്രത്യക് ദൃഷ്ട്യ അനാത്മപ്രത്യയ നിരാസഹ, അനാത്മപ്രത്യയത്തെ, അനാത്മജ്ഞാനത്തെ നിരസിക്കുക, അതിനെയെല്ലാം തള്ളിക്കളയുക. തൻ്റെ വാസ്തവ സ്വരൂപം ബ്രഹ്മാഭിന്നമായ അന്തരാത്മസ്വരൂപമാണ്. ആ അന്തരാത്മ ഭാവനയായി ഇരിക്കുക എന്നുള്ളതാണ് സന്യാസം. നിരാസഹ സന്യാസഹ, സന്യാസത്തിൻ്റെ വീണ്ടും വ്യാഖ്യാനം പറഞ്ഞതാണത്. സന്യാസഹ സവികൽപ്പ സമാധി, അതാണ് സവികൽപ്പ സമാധി. നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുക, അല്ലെങ്കിൽ സവികൽപ്പ സമാധിയിലെങ്കിലും ഇരുന്ന് ക്രമേണ നിർവികൽപ്പ സമാധിയിലൂടെ സാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ്. ദ്വാപവി ഏതോ, ഇത് രണ്ടും നിർവികൽപ്പ സമാധിയോ സവികൽപ്പ സമാധിയോ രണ്ടും സംഗമ്യ, ദ്വാവവി ഏതോ സന്യാസവും, ഇത് രണ്ടും സന്യാസമാണ്. പ്രധാനവുമാണ്. ഏതയോഹോ ശ്രവണ മനനയോഹോ, ഈ ശ്രവണവും മനനവും കൊണ്ട് അംഗഭൂത, അതിൻ്റെ അംഗമായിട്ടുള്ള അവയവമായിട്ടുള്ളതായ ഭൂത പ്രതികൂലാനാം, അതിന് പ്രതികൂലമായിട്ടുള്ള സർവേഷാം, എല്ലാ സാധനങ്ങളുടെയും, സർവേഷാം ച കർമ്മണാം, എല്ലാ കർമ്മങ്ങളുടെയും പരിത്യാഗ ലക്ഷണ സന്യാസം, അതിനെയെല്ലാം പരിപൂർണമായും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സന്യാസം. സന്യാസ ഇത്യേവം സന്യാസ അർത്ഥ ത്രേധാ ഭിദ്യതേ. സന്യാസ ശബ്ദത്തിൻ്റെ അർത്ഥം 3 പ്രകാരത്തിൽ വേറെ വേറെ ആയിരിക്കുന്നു, ഭിന്നങ്ങളായിരിക്കുന്നു. ഭിദ്യതേ അത്ര പ്രധാനഭൂതവും സന്യാസവും, മുഖ്യമായിട്ടുള്ളതായ സന്യാസം ന വിവക്ഷിതവും, പ്രധാനമായ സന്യാസത്തെ അല്ല ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. പിന്നെയോ കിന്തു അംഗഭൂത ഏവ,
മുഖ്യ സന്യാസത്തിൻ്റെ അംഗഭൂതമായിട്ടുള്ളതായ സർവകർമ്മ സന്യാസ, എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുക. ശ്രവണാദി ജന്യ ജ്ഞാനദ്വാര, ശ്രവണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം കൊണ്ട്, ജീവ ബ്രഹ്മ ഐക്യജ്ഞാനം കൊണ്ട്, ശ്രവണാദിജന്യ ജ്ഞാനദ്വാര മോക്ഷഹേതു, അത് മോക്ഷത്തിന് കാരണമായി തീരും. യസ്തു അവിദ്വകർത്തുക, അജ്ഞാനി ചെയ്യുന്ന യാതൊരു ഇതാണോ, സച സ്വാനുഷ്ഠാന പ്രാപ്ത ചിത്തശുദ്ധി, കർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതായ അന്ധകരണശുദ്ധി, ചിത്തശുദ്ധി ജന്യ ജ്ഞാനദ്വാര മോക്ഷഹേതു. അപ്പോൾ ആ അന്ധകരണശുദ്ധി കൊണ്ട്, ശ്രവണാദികൾ കൊണ്ടുണ്ടാകുന്ന ആത്മജ്ഞാനമാണ് മോക്ഷസാധനം. കർമ്മവും മോക്ഷസാധനമാണ്, പക്ഷേ പരമ്പരയാണ്. കർമാനുഷ്ഠാനം കൊണ്ട് അന്ധകരണ ശുദ്ധി ഉണ്ടാകും. അങ്ങനെ ശുദ്ധമായ അന്ധകരണത്തോടു കൂടിയ സാധകൻ ശ്രവണാദികൾ നടത്തുമ്പോൾ ആത്മജ്ഞാനമുണ്ടാകും. ആ ജ്ഞാനമാണ് മോക്ഷസാധനം. സാക്ഷാത് മോക്ഷസാധനമല്ല കർമ്മം. യസ്തു അവിദ്വത്കർത്തൃക കർമ്മയോഗ, അജ്ഞാനി ചെയ്യുന്ന കർമ്മയോഗം, സച തൗ ഉഭൗ അപി, അത് രണ്ടും നിശ്രേയസകരവും ശ്രേയസ്കരമാണ്. യദ്യപി മോക്ഷസ്യ സാധനേ ഏവ, സാധനങ്ങൾ തന്നെയാണ്. എന്നാലും ഭവതഃ തഥാപി അവിദുഷഃ, അജ്ഞാനിയായിട്ടുള്ളവൻ്റെ സമകാലേ കർത്തവ്യത്വേന പ്രാപ്തയോ തയോ, സമകാലം കർത്തവ്യത്വേന ചെയ്യേണ്ടതായിട്ട് പ്രാപിച്ചതായ കർമ്മസന്യാസവും കർമ്മയോഗവും ഗുണദോഷ വിചാരേ ക്രിയമാണ്. അതിൻ്റെ ഗുണമെന്താണ് ദോഷമെന്താണ് എന്നതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തത് സത് സദസദ്വിദോ വിവേക, സത്തെന്താണ് അസത്തെന്താണ്, സത്യമെന്താണ് അസത്യമെന്താണ് എന്ന വിവേകജന്യ തീവ്രമായ വിരക്തി, അനാത്മവസ്തുക്കളിൽ തീവ്രമായ വിരക്തി ഉണ്ടാകുമ്പോൾ അതിനെ വിട്ട് ആത്മസ്വരൂപത്തെ തന്നെ സാക്ഷാത്കരിക്കണം. അത് തന്നെയാണ് മനുഷ്യ ജന്മത്തിൻ്റെ പരമപ്രയോജനമെന്നറിഞ്ഞ് അതിൽ വിരക്തിയുണ്ടാകും, വൈരാഗ്യമുണ്ടാകും. വൈരാഗ്യ തീവ്ര മോക്ഷേച്ഛ ഛയ, മോക്ഷം വേണമെന്നുള്ള ഇച്ഛയുണ്ടാകുമ്പോൾ അനിയമ ദശായ, നിയമം, അതിൽ നിയമമില്ലാതെ വരുമ്പോൾ ദേശായ അന്തരംഗ, അതിൽ അന്തരംഗമായ സാധനം, അന്തരംഗ സാധന പൗഷ്കല്യ ശൂന്യ, അതിന് പുഷ്കലതയില്ലെങ്കിൽ, പര്യാപ്തിയില്ലെങ്കിൽ, പൗഷ്കല്യ ശൂന്യാത് കേവല പ്രൈഷ മാത്ര ഉച്ചാരണം എന്ന് പറഞ്ഞാൽ സന്യാസത്തിൻ്റെ പ്രൈഷമന്ത്ര ഉച്ചാരണം, ഭുവ സ്വ ഇത്യാദി എല്ലാത്തിനെയും ത്യജിക്കുന്ന സന്യാസിക്ക് മാത്രം കൊടുക്കുന്ന മന്ത്രം ആണ് പ്രൈഷമന്ത്രം. ആ പ്രൈഷമന്ത്ര ഉച്ചാരണം കൊണ്ട് ഉള്ളതാണ് സന്യാസം. സമനുഷ്ഠീയമാനെ വിശിഷ്യതേ, അങ്ങനെ ചെയ്യുന്ന വിശിഷ്ടമായിരിക്കുന്ന കർമ്മം സ്വാനുഷ്ഠാന ഭവൈः ഗുണൈः വിശേഷത്വായ കൽപ്യതേ, അത് വിശിഷ്ടമായിട്ട് തീരുന്നു. അപ്പോൾ സ്മാർത്താദിലക്ഷണം കർമ്മ, ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഉപനിഷത്തുകൾ അല്ല പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ, കർമ്മൈവ പരമേശ്വര പ്രീത്യൈ, ആ കർമ്മം എന്തിനാണ് ചെയ്യുന്നത്? ഈശ്വരപ്രീതിക്ക് വേണ്ടി. ഈശ്വരൻ ഉപദേശിച്ച് അനുഷ്ഠിച്ചാൽ ഈശ്വരൻ ആ അനുഷ്ഠിക്കുന്നയാളിനോട് സന്തോഷിക്കും, പ്രീതിയുണ്ടാകും. അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുന്ന കുട്ടിയോട് എങ്ങനെയാണോ അച്ഛനമ്മമാർക്ക് വാത്സല്യമുണ്ടാകുന്നത്, അതുപോലെ ഈശ്വരോപദേശമായിരിക്കുന്ന വേദ പുരാണാദികളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അനുഷ്ഠിക്കുമ്പോൾ അവരിൽ ഈശ്വരൻ സംതൃപ്തനാകും. അങ്ങനെ
പരമേശ്വര പ്രീതി, ഈശ്വര പ്രീതിക്ക് വേണ്ടി ശ്രദ്ധയോടുകൂടി അത് അനുഷ്ഠിക്കുമ്പോൾ അവിദുഷ ഋണത്രയ നിവൃത്തി. ഋണം എന്താണ്? പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, 3 കടത്തോടു കൂടിയാണ് എല്ലാവരും ഉണ്ടാകുന്ന അജ്ഞാനം കൊണ്ട്. അച്ഛനോടും അമ്മയോടും പിതൃഋണമുണ്ട്, അതുപോലെ ഋഷിഋണമുണ്ട്. ഋഷിഋണം എന്ന് പറഞ്ഞാൽ വേദം ഉപദേശിച്ചിരിക്കുന്ന ആ വിദ്യ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലേ ആ ഋഷിഋണം വീടുകയുള്ളൂ. അതുപോലെ പിതൃഋണം, ഋഷിഋണം, ദേവഋണം. ദേവന്മാർ അവരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് നമ്മളുടെ ജീവിത സൗഭാഗ്യങ്ങളൊക്കെയും. നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരംശം 10% അവർക്ക് കൂടെ കൊടുക്കണമെങ്കിലേ ആ ദേവഋണം മാറുകയുള്ളൂ. അതിനായി ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകളൊക്കെ കഴിക്കുന്നത്. പക്ഷേ പലതും പല ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മളുടെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് ക്ഷേത്രത്തിൽ എന്തെങ്കിലും ദാനം ചെയ്താൽ അത് അന്ധകരണ ശുദ്ധിക്ക്, ആ ധനത്തിൻ്റെ ശുദ്ധിക്ക് തന്നെ കാരണമായി തീരും. അല്ലെങ്കിൽ അത് അവിടെ ഒരു കടമായിട്ട് കിടക്കും. കടം പെരുകി പെരുകി എത്ര ജന്മം ചെലവഴിച്ചാലും തീരാത്ത പോലെ വലിയ കടമായി തീരും. അങ്ങനെ ഉള്ളതാണ്. ശ്രൗതസ്മാർത്ഥ അതിലക്ഷണം കർമ്മ ഇവ പരമേശ്വര പ്രീത്യൈ ശ്രദ്ധയാ അനുതിഷ്ഠത. ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന അവിദ്വാന് അവിദുഷ ഋണത്രയ നിവൃത്തി, 3 കടങ്ങൾ വീട്ടാൻ ഉപകരിക്കും. ജ്ഞാനികൾക്കാണ് അതൊക്കെയുള്ളത്. ഇന്ദ്രാദി ദേവതാ പ്രസാദം, ഇന്ദ്രാദി ദേവതകളുടെ പ്രസാദം കൊണ്ട് ഈശ്വര പ്രസാദേ ഇന്ദ്രിയ പ്രസാദം, അതിലൂടെ ഇന്ദ്രിയങ്ങളും പ്രസന്നമാകും. ഇന്ദ്രിയ പ്രസാദ തതഃ ചിത്തശുദ്ധി, അതിലൂടെ അന്ധകരണശുദ്ധി ഉണ്ടാകും. ചിത്തശുദ്ധി ഏവമാദി ജ്ഞാനസാധന സമ്പത്തി, ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ സാധനം അന്ധകരണശുദ്ധി സമ്പന്നമാകും. സിദ്ധ്യതി കസ്മാത് ഹേതോഹോ, എന്ത് കാരണത്താൽ കർമ്മയോഗ ഉക്ത, എന്തിനു വേണ്ടിയാണ് കർമ്മയോഗം പറഞ്ഞത്? ഉക്തലക്ഷണ, പറഞ്ഞ ലക്ഷണത്തോടു കൂടിയ വിശിഷ്ടതരവും അതിൽ ശ്രേഷ്ഠമായിട്ട് ഭവിക്കുന്നു. അതഃ സാധന ശൂന്യേന അവിദുഷ, സാധനമില്ലാത്തതായ അജ്ഞാനിക്ക്. 11:30 ആയില്ലേ? 11:30 വരെയാണ് സമയം. അങ്ങനെയുള്ളതായ ആ പങ്ക് തീർത്തേക്കാം. ഭഗവതഃ സന്യാസ സത്കാരത്തോടുകൂടി കർമ്മയോഗയോ ഉത്കൃഷ്ടത്വ വർണ്ണനം യുക്തം ഇത് ചെയ്ത് അയുക്തമാണ് എന്നാണെങ്കിൽ പറയുന്നു. ലോകാനുഗ്രഹത്തേന, എല്ലാ ലോകരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഹേതുത്വാ ഭഗവത് പ്രവൃത്തേഹേ, അതിനുവേണ്ടിയാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്. പൂർവം ന ജായതേ മ്രിയതേവ, നേരത്തെ പറഞ്ഞു ആത്മാവ് ഒരിക്കലും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നില്ല. ഇത്യാദി വാക്യേഹി അമൂഢാനാം, മൂഢനല്ലാത്തവന്, വിദ്വാനായിട്ടുള്ള അന്ധകരണശുദ്ധി ഉണ്ടായവന്, അമൂഢാനാം ആത്മതത്വം സാധനം, ആത്മതത്വം എന്താണെന്നും ആത്മതത്വ സാക്ഷാത്കാരത്തിനുള്ള സാധനം എന്താണെന്നും സർവകർമ്മ സന്യാസം ച ഉപദിശ്യ, അതിനെയൊക്കെ ഉപദേശിച്ചിട്ട് ഇതാനും സ്വീയാം നിഷ്ഠ വിദ്യാം, തൻ്റെ ആത്മവിദ്യ, പ്രജ്ഞാരൂപിയായ പ്രകൃതിയെ ച പരപാര
സാധനശക്തിം ച അവിജ്ഞായ, തൻ്റെ ശക്തി എന്താണെന്ന് അറിയാതെ അജ്ഞാന കുതശ്ചിത് നിമിത്താത് സഹസ സന്യാസ, അങ്ങനെ സന്യസ്യ മൂഢന്മാരായിട്ടുള്ളവർ പതിഷ്യതി, തൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് വീണുപോകും, പതിച്ചു പോകും എന്ന ഉദ്ദേശത്തോട് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകുന്നത് വരെയും കർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് അവസാനം പറഞ്ഞത് ഇതാണ് കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. കർമ്മം ഉപേക്ഷിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നത് തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരണം അതിനുള്ള യോഗ്യത ഉണ്ടാകാതെ കർമ്മം സന്യസിച്ചാൽ ആ അന്ധകരണ ശുദ്ധി ഉണ്ടാകുകയില്ല, അധപതിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് കർമ്മം ചെയ്യണം തന്നെ വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാ